അതിർത്തി മേഖലയിലെ ചെക്ക് പോസ്റ്റുകളിൽ ഖനന ഉൽപ്പന്നങ്ങൾ ഇടുക്കിയിലേക്ക് എത്തിക്കുവാൻ കൈക്കൂലി വാങ്ങുന്നതായി ആരോപണം. കേരളത്തിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾക്ക് പാസ് നൽകാതെ തമിഴ്നാട് വാഹനങ്ങൾ മാത്രം കൈക്കൂലി വാങ്ങി കടത്തിവിടുന്നു എന്നാണ് പരാതി. എന്നാൽ കരിങ്കല്ലും പാറ ഉൽപ്പന്നങ്ങളും ആവശ്യത്തിന് എത്താതായതോടുകൂടി ഇടുക്കിയിലെ നിർമ്മാണ മേഖല സ്തംഭനത്തിലാണ്. ഇടുക്കിയിൽ നിലനിൽക്കുന്ന ഖനന നിരോധനത്തെ തുടർന്ന് നിർമ്മാണ സാമഗ്രികളുടെ അപര്യാപ്തതയിൽ ലൈഫ് ഭവന പദ്ധതിയടക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ച അവസ്ഥയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ടോറസ് ലോറികൾക്ക് മാത്രമാണ് ഇപ്പോൾ ഇടുക്കിയിലേക്ക് പ്രവേശനമുള്ളത്. അത് എത്തുന്നത് കള്ളപ്പാസും ചെക്ക് പോസ്റ്റുകളിൽ പടിയും കൊടുത്താണെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇടുക്കിയിൽ നിന്നുള്ള ടോറസ് വാഹനങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്നും ഖനന ഉൽപ്പന്നങ്ങൾ കയറ്റിക്കൊണ്ടുവരുന്നതിന് നിലവിൽ പെർമിറ്റ് കൊടുക്കുന്നില്ല. കേരള വാഹനങ്ങൾക്ക് പാസ് കൊടുക്കാതിരിക്കാൻ തമിഴ്നാട് ലോബികൾ വലിയ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നാണ് ആരോപണം ഉയരുന്നത്. അതായത് അവിടുന്ന് കല്ലോ മണലോ ആയിട്ട് വരുന്ന ലോറികൾ പാസ് ഇല്ലാതെ കയറി വരുന്ന വണ്ടികൾ 1500 രൂപയും കള്ളപ്പാസുമായിട്ട് കയറി വരുന്ന വണ്ടികൾ 1000 രൂപയും കൊടുത്താൽ കയറി വരുന്ന നമുക്കറിയാൻ കഴിഞ്ഞു. നമുക്ക് അതിനുള്ള വ്യക്തമായ തെളിവുകളുണ്ട്. പക്ഷെ നിയമപരമായിട്ട് അതിനെ അതിജീവിക്കണ്ടേ എന്ന് പറഞ്ഞാൽ, ഇതിനെ പിടിക്കണ്ടേ എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലെ കളക്ടറും പോലീസുമാണ്. പക്ഷെ ഇടുക്കിയിലെ കളക്ടർ എന്തുകൊണ്ടാണെന്നറിയത്തില്ല, ആ തേനിയിലുള്ള ആ വ്യാപാരികളുമായിട്ട് എന്തോ ടൈപ്പ് ഉള്ളതിൻ്റെ നമുക്കറിയാൻ കഴിഞ്ഞു. പോലീസാണുള്ളത് തന്നെ നിസ്സംഗത പാലിക്കുകയാണ്. ഇപ്പോൾ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിന് നടപടി സ്വീകരിക്കേണ്ടത്. ആ 2 ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ നടപടി സ്വീകരിക്കുന്നില്ല. അതാണ് നമുക്കറിയാൻ പറ്റുന്നത്. ഈ തമിഴ് ലോബിയായിട്ട് എന്താണ് ഇവർക്കുള്ള ബന്ധമെന്നാണ് അന്വേഷിക്കേണ്ടത്. തൽസ്ഥിതി തുടർന്നാൽ ഇടുക്കി ജില്ലയിലെ നിർമ്മാണ മേഖലയിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും വരും ദിവസങ്ങളിൽ തടസ്സപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഉപജീവനം നടത്തുന്നത്. കളക്ടറും ബന്ധപ്പെട്ട അധികാരികളും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. കൈരളി ന്യൂസ്, ഇടുക്കി.